ഹായ് ഫ്രണ്ട്സ്, ഉഷസ് പാരഡൈസ് ഫോർ അനിമൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു 3 ആഴ്ചയായിട്ട് ഞാനിവിടെ പെടാപ്പാടുപെടുകയാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ എല്ലാ പൂച്ചകൾക്കും വൈറസ് രോഗമാണ്. ഒരുപാട് നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും വാക്സിൻ കൊടുക്കാനുള്ള സാമ്പത്തികം ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് വൈറസ് രോഗം വരുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് പിടിക്കും. എനിക്കൊരു 10-25 പൂച്ചയുണ്ട്. അതിൽ നല്ല ഒരു 5 വയസ്സിന് മുകളിലോട്ടുള്ള 6 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് വലിയ വിഷയമില്ല. പക്ഷേ ന്യൂജനായിട്ടുള്ള ഒരു വയസ്സിനകത്തുള്ള എല്ലാവർക്കും ഒരു 10-15 പേർക്ക് വൈറസിൻ്റെ രോഗം പിടിച്ചു. ഞാൻ അടുത്ത വീട്ടിലെ സോളിപ്പൂച്ച എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. ഈ അടുത്ത വീട്ടിലെ സോളിപ്പൂച്ച വൈറസ് രോഗം കൊണ്ടാണ് എൻ്റെ വീട്ടിൽ വന്നത്. അപ്പോൾ അതൊരു 2-3 മാസം ഞങ്ങളുടെ വീട്ടിൽ സ്റ്റേ ഉണ്ടായിരുന്നു. വരും പോകും, കൂടുതൽ സമയം വയ്യാത്തതുകൊണ്ട് ഇവിടെ ആയിരുന്നു സ്പെൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ ആ പൂച്ച ഒട്ടും മരുന്ന് കഴിക്കുന്ന ഒരു പൂച്ചയല്ല. ഞാൻ 2-3 ദിവസമൊക്കെ മരുന്ന് കൊടുത്തു. മരുന്നെന്ന് മനസ്സിലായപ്പം പിന്നെ അത് ഫുഡും കഴിക്കാതെയായി. തീരെ ആവശ്യമായപ്പോഴാണ് അത് ഇവിടുന്ന് എൻ്റെ സ്വന്തം വീട്ടിലോട്ട് പോയി. അത് ചത്തെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ 2 ദിവസം കഴിഞ്ഞ് വിളിച്ചപ്പോൾ അത് എൻ്റെ വീട്ടിൽ നിന്ന് വിളി കേൾക്കുന്നു. പക്ഷേ അതിൻ്റെ ഓണർ എന്നെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. ഞാൻ അതിനെ വിളിച്ചപ്പോൾ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പൂച്ചയുടെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ വീട്ടിലെ പൂച്ചയുടെ കാര്യം നോക്കണ്ടെന്ന് പറഞ്ഞ് എന്നെ കുറേ വഴക്ക് പറഞ്ഞു. അയാൾക്കതൊരു കുറച്ചിൽ പോലെ തോന്നി. പക്ഷേ ആ പൂച്ചയെ പ്രസവം നിർത്തിയതും അതിൻ്റെ കുഞ്ഞുങ്ങളെ ഇയാളെടുത്ത് കൊല്ലാൻ വിളയിലെറിഞ്ഞപ്പോൾ അതിനെല്ലാം ഞാൻ സംരക്ഷിച്ച് ഓരോരുത്തർക്ക് റെസ്ക്യൂ കൊടുത്തതും എൻ്റെ കാശ് ചിലവാക്കി അതിനെ പ്രസവം നിർത്തിയതും എല്ലാം ഞാനാണ്. അയാൾ അതിന് അല്പം എച്ചിൽ കൊടുക്കുമെന്നല്ലാതെ ഒരു സ്നേഹമോ പരിഗണനയോ ഒന്നും ആ പൂച്ചയ്ക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ആ പൂച്ചയ്ക്ക് ഈ പ്രായത്തിൽ അതിന് ഈ അസുഖം പിടിച്ച് ചാവേണ്ടി വന്നത്. അപ്പം ഞാൻ പറഞ്ഞ ആ പൂച്ചയ്ക്ക് വളരെ അവശനാണ്, അത് ചാവാറായി, അതിന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ ചത്തുപോകും, അപ്പം ചാവുന്നെങ്കിൽ അങ്ങ് ചാവട്ടെ എന്ന് പറഞ്ഞ് അയാൾ എന്നെ കുറേ വഴക്ക് പറഞ്ഞു. അപ്പോൾ അതിനെ പൂട്ടിയിട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുന്ന് അങ്ങ് ചെന്നതിന് ശേഷം അതിനെ പിന്നെ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി അയാൾ പൂട്ടിയിട്ടു. അപ്പോൾ എൻ്റെ ഒരു പൂച്ച ഇവിടെ വീട്ടിലെ പൂച്ചകളുമായിട്ട് പ്രശ്നമായതുകൊണ്ട് അയാളെ വീട്ടിൽ ആണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ അകത്തൊന്നും കയറ്റത്തില്ല. അവിടെ ഒരു പൊളിഞ്ഞ് കിടക്കുന്ന ബാത്റൂമിൽ ഇവൾ കിടക്കും. അപ്പോൾ ആ പൂച്ച എൻ്റെ വീട്ടിൽ ആഹാരം കഴിക്കാൻ വരും. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ സോളിപ്പൂച്ചയും വന്നാണ് പിന്നെ ഇവിടെ അങ്ങ് ആയത്. അങ്ങനെ ആ സോളിപ്പൂച്ച കൊണ്ട് കൊടുത്തിട്ട് പോയ വൈറസിൻ്റെ അസുഖമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അല്ലാതെ പുതിയ റെസ്ക്യൂ ഒന്നും എനിക്കില്ലായിരുന്നു. അങ്ങനെ എന്തായാലും ഞാൻ കഷ്ടപ്പെട്ടു, കുറേ പൈസ പോയി. 4 പേര് ചത്തു. അവരെ ഇങ്ങനെ റെസ്റ്റ് ഇല്ലാതെ ഉറക്കമില്ലാതെ നോക്കി എനിക്ക് അസുഖമായി. ഞാൻ അസുഖമാവുന്നവരെയും എല്ലാവരും ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ എനിക്ക് ഫ്രീ ട്രീറ്റ്മെൻറ്റ് തന്നതുകൊണ്ട് കുറച്ച് പേരെയൊക്കെ എനിക്ക് രക്ഷിക്കാൻ പറ്റി. പക്ഷേ എനിക്ക് ഉറക്കമില്ലാതെ ഹോർമോൺ ഇംബാലൻസായി, എനിക്ക് മറ്റ് ശാരീരിക പ്രശ്നങ്ങളായി, എനിക്ക് ആശുപത്രി കൊണ്ടുപോകാത്ത വിധം ഞാൻ അവശയായപ്പോൾ പിന്നെ യാത്രയും ട്രീറ്റ്മെൻറ്റ് എല്ലാം നിലച്ചു. അങ്ങനെ 4 പേര് ചത്തുപോയി. ബാക്കിയുള്ളവർ ഇപ്പോഴും ഞാൻ ആശുപത്രി കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കിപ്പോഴും. ഫിനാൻഷ്യൽ പ്രോബ്ലം തന്നെയാണ്. ഞാൻ വീട്ടിൽ പറ്റുന്ന മരുന്നൊക്കെ വാങ്ങി വെച്ച് കൊടുത്ത് അവരെ ഞാനിങ്ങനെ കൊണ്ടുപോകുന്നു. പക്ഷേ എങ്കിൽ എല്ലാവരും വെളിയിലിറക്കാറായിട്ടില്ല. അതിൻ്റേതായ ചില ഇടയ്ക്ക് പനിക്കും. അപ്പോൾ എനിക്ക് ഈ വൈറസ് സീസണാണിത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മൃഗസ്നേഹികളായ പൂച്ചയെ ഇഷ്ടപ്പെടുന്ന, പൂച്ചയെ വളർത്തുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, വൈറസിൻ്റെ സമയമായതുകൊണ്ട് ഈ മഴ ഇങ്ങനെ വന്നും അല്പം വെയിലുമായിട്ട് നിൽക്കുന്ന ടൈമിലാണ് വൈറസ് പൊങ്ങുന്നത്. ഈ തണുത്ത ഒരു കാലാവസ്ഥയിലാണ് വൈറസിൻ്റെ അസുഖങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഈ സമയം നമ്മുടെ പൂച്ചകൾക്ക് പിന്നെ തണുത്ത, അതായത് പച്ചവെള്ളം കുടിക്കാൻ കൊടുക്കരുത്. തിളപ്പിച്ചാറിയ വെള്ളം വേണം നമ്മുടെ പൂച്ചകൾക്ക് കൊടുക്കുക. അഥവാ ഈ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ അത് കൂടും, തണുപ്പ് അവർക്ക് വൈറസിൻ്റെ അസുഖത്തെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അസുഖം മാറുന്നവരെ കൊടുക്കണം. അതുപോലെ തന്നെ അസുഖം എന്തെങ്കിലും ചെറുതായിട്ടുണ്ടെങ്കിൽ അടുത്ത വീടുകളിൽ പോകുമെങ്കിൽ അവിടുത്തെ പൂച്ചയ്ക്കും കൂടെ അസുഖം കിട്ടും. അവർ ചികിത്സിക്കാത്തവരാണെങ്കിൽ പാവം ആ പൂച്ചയുടെ കാര്യവും കഷ്ടമാവും. അപ്പോൾ രോഗം വ്യാപിപ്പിക്കാൻ വേണ്ടി അവരെ പുറത്ത് വിടാതെ ഒരു 2 ആഴ്ചയെങ്കിലും ഐസൊലേഷൻ ചെയ്യണം, മുറിയിലിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. തുടക്കത്തിൽ ആദ്യത്തെ സിംറ്റം കാണിക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഉറക്കമായിരിക്കും. ആക്റ്റീവ് ഇല്ലാതെ എവിടെയെങ്കിലും ചെന്ന് ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മണിക്കൂറുകളോളം ഉറങ്ങുന്നെങ്കിൽ അതിനെന്തോ വൈറസ് പ്രശ്നമാണ്. അതിൻ്റെ ഒരു തുടക്കം അതാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ ഗ്രീഡി ആയിട്ട് അമിതമായി സാധാ കഴിക്കുന്ന അളവിൽ ഭയങ്കരമായിട്ട് ആഹാരം കഴിക്കും. അതും ഒരു സിംറ്റമാണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ അവശരാകുമ്പോൾ അവർ അമിതമായി വെള്ളം കുടിക്കും. വെള്ളം കുടിച്ച് വയറ് വീർക്കും. അറിയാതെ വീണ്ടും കുടിച്ച് അവസാനം ആ വെള്ളം കുടിക്കുന്ന പാത്രത്തിൽ തന്നെ വീണ് കിടന്നുറങ്ങും. അത് കഴിഞ്ഞ് പിന്നെ ലൂസ് മോഷൻ ആവും. ഒരു വല്ലാത്ത സ്മെല്ലിൽ, ഒരു ഉണക്കമീനിൻ്റെയൊക്കെ ഒരു സ്മെല്ലിൽ ലൂസ് മോഷൻ ആയിപ്പോവും. അത് കഴിഞ്ഞ് വീണ്ടും കൂടുമ്പോൾ പിന്നെ ബ്ലഡ് ആവും.
മലത്തിൽ കൂടെ മൊത്തം ബ്ലഡായിരിക്കും പോകുന്നത്. ചില പൂച്ചകൾക്ക് ഓരോരുത്തരുടെ ഇമ്മ്യൂണിറ്റി അനുസരിച്ച് ഓരോരുത്തർക്ക് സിംറ്റമിൽ വ്യത്യാസം വരും. എൻ്റെ ഇവിടെ 3 പൂച്ചകൾക്ക് മാത്രമേ ബ്ലഡ് പോയുള്ളൂ. ഒരു പൂച്ചയ്ക്ക് മൂക്കിൽ കൂടെയും കണ്ണിൽ കൂടെയും വായിൽ കൂടെയും എല്ലാം ബ്ലഡ് പോയി. അതുപോലെ മോഷൻ ഭാഗത്തൂടെ. ബാക്കി 3 പേർക്ക് മലദ്വാരത്തിൽ കൂടെ മാത്രം ആണ് ബ്ലഡ് പോയത്. അപ്പോൾ ഓരോരുത്തരുടെയും എനിക്കതെന്ന് മനസ്സിലായത് ഈ ഓരോരുത്തരുടെയും ഇമ്മ്യൂണിറ്റി അനുസരിച്ചിട്ട് അവരുടെ ആരോഗ്യം അനുസരിച്ചിട്ട് സിംറ്റംസിന് വ്യത്യാസം വരും. ചിലർ 4-5 ദിവസം ഫുഡൊന്നും കഴിക്കാതെ അങ്ങനെ ഇരുന്നിട്ട് പിന്നെ റിക്കവറായവരും ഉണ്ട്, അധികം മരുന്നൊന്നും കൊടുക്കാതെ. പക്ഷെ ചിലർ മരുന്നിൽ തന്നെയാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ സിംറ്റം. അപ്പോൾ അറിഞ്ഞുകൂടാ എങ്കിൽ അത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇങ്ങനെയുള്ള സിംറ്റം എന്തെങ്കിലും കാണിക്കുന്നെങ്കിൽ അപ്പോൾ തന്നെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുക. എപ്പോഴും നമ്മുടെ വീട്ടിൽ കരുതേണ്ട ചില മരുന്നുകളാണ് ഓഗൂമെൻറ്റിൻ, അതുപോലെ ഡോക്സി ഡ്രോപ്പ്, ഇങ്ങനെയുള്ള മെഡിസിനൊക്കെ കരുതിയിരുന്നാൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുത്ത് സുഖമാക്കാം. ആശുപത്രി കൊണ്ടുപോകേണ്ട അവസ്ഥ വരത്തില്ല. പക്ഷേ കൂടി പോകുന്നുവെങ്കിൽ, ഭക്ഷണം കഴിക്കാത്തൊരവസ്ഥ വരുന്നുവെങ്കിൽ ആശുപത്രി കൊണ്ടുപോവുക തന്നെ വേണം. ഒരിക്കലും മരുന്ന് കൊടുക്കാതെ ഇരിക്കരുത്. കാരണം പലരും പൂച്ചയല്ലേ എന്ന് അവർ 2 ദിവസം കഴിഞ്ഞ് ശരിയാവുമെന്ന് കരുതി കുറേ വെച്ചുകൊണ്ടിരിക്കും. അവസാനം രക്ഷപ്പെടുത്താൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പം എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ പൊന്നോമനകളായ പൂച്ചകളെ ഈ വൈറസ് രോഗത്തിൽ നിന്ന് രക്ഷിക്കാം. പറ്റുമെങ്കിൽ നമ്മൾ ഒരുപാട് പൈസയ്ക്ക് അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. പറ്റുമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡിവേം ചെയ്തിട്ട് അവരെ വാക്സിനേഷൻ ചെയ്ത് അവരെ സേഫ് ആക്കുക. ആദ്യത്തെ 2 ഡോസ് വാക്സിൻ എടുത്താൽ വൈറസിൻ്റെ അസുഖം അവർക്ക് പിടിപെട്ടാലും അവരൊക്കെ പെട്ടെന്ന് നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. അത് അപകടാവസ്ഥയിലേക്ക് പോകാതെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു. താങ്ക്സ്.